വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മളൊക്കെയും ഈ വാർത്തയെ ഇനിയും ഉൾക്കൊള്ളാനാകുന്നില്ല എന്നുള്ളതാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ചെയർമാൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയുടെ എല്ലാവർക്കും വലിയ പ്രയാസമായി പോയി. കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാവരും ഈ മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത് വ്യവസായം ചെയ്യുമ്പം പലപ്പോഴും നമുക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ പൊരുത്തക്കേട് വരാം. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പൊരുത്തക്കേട് ആവണമെന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല. പെട്ടെന്ന് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വീഡിയോ ചെയ്യണം തോന്നി. നിങ്ങളിപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും. എനിക്കത് ഭയങ്കര പെട്ടെന്നൊരു ഷോക്കായിപ്പോയി ആ ന്യൂസ് കേട്ടപ്പോൾ കേട്ടോ. നമ്മുടെ ബിഗ് ബോസിൻ്റെ മെയിൻ സ്പോൺസറായ എല്ലാ സീസണിലും ഇപ്പം 50 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് അല്ലെങ്കിൽ 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ പരസ്യം ആദ്യം എത്തുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുന്ന സമ്മാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു മുഖമാണ് CJ റോയ് സാറിൻ്റെ. ഇപ്പം അല്പസമയം മുമ്പാണ് ഞാൻ ആ ഒരു വാർത്ത അറിഞ്ഞത്. സാറ് ബാംഗ്ലൂർ സാറിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഗൺ ഷൂട്ട് ചെയ്ത് ആള് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് കേട്ടോ. ഞാൻ കേട്ടപ്പോൾ ആകെ ഷോക്കായിപ്പോയി. പിന്നീട് ഞാൻ ഒരുപാട് ന്യൂസൊക്കെ നോക്കിയപ്പോഴാണ് അയ്യോ സത്യമാണ്. ഞാൻ ഫേക്ക് ന്യൂസ് ആയിരിക്കും. ഇങ്ങനെ ആൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആളിങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നത്. ടെൻഷനിലായിരുന്നു 2-3 ദിവസമായിട്ട്. ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നതിൻ്റെ പേരിൽ സാറിനെ പോലെയുള്ള അത്രയും കോടീശ്വരനായിട്ട് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് EDയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും റെയ്ഡ് അടക്കമായിരുന്നു. അപ്പോൾ സാർ ഭയങ്കര ഒരു ടെൻഷനിലും കാര്യത്തിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ഓഫീസ് റൂമിൽ, ബാംഗ്ലൂരിലുള്ള തൻ്റെ ഓഫീസ് റൂമിൽ വെച്ചിട്ട് സ്വയം ഷൂട്ട് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് സാറ് അവിടെ ഓഫീസ് റൂമിൽ സ്വയം അത് ചെയ്തു, ഇതിൻ്റെ ടെൻഷനിലായിരുന്നു കുറച്ച് ദിവസമായിട്ടെന്നാണ്. ഇപ്പോൾ ഫാമിലിയിലുള്ളവരാണെങ്കിലും ഓഫീസിലുള്ളവരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇത് എന്താ പറയുക, പോലീസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സത്യം പറയാലോ, എനിക്കിത് കേട്ടപ്പോൾ എന്തൊക്കെയൊരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഭയങ്കര ഇപ്പോൾ സീസൺ 8 വരാൻ പോവാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഷോയുടെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ള ഒരാള് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സീസൺ 7 കഴിഞ്ഞപ്പോൾ അനീഷിനെ 10 ലക്ഷം രൂപ സാറ് പറയാത്തൊരു എമൗണ്ടും കൂടിയാണ് 10 ലക്ഷം രൂപ കൊണ്ടേ കൊടുത്ത്. മനുഷ്യനല്ലേ, സാധാരണക്കാരനല്ലേ, ആവശ്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയൊക്കെ അന്വേഷണം കൊണ്ടുപോയി കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടാണ്. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പൊക്കെ, ഒരു 1-2 മാസമൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മുടെ ഷോയിൽ മെയിൻ സ്പോൺസറാണ്. നമ്മുടെ എല്ലാ ഗ്രാൻഡ് ഫിനാലിലും സാറ് വന്ന് ലാലേട്ടൻ്റെ കൂടെ ഇന്ന് വിന്നറിനെ വിഷ് ചെയ്യുന്നു, നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആളെന്ന് പറയുമ്പോൾ നമ്മളോട് അടുത്ത് നിൽക്കണം, നമ്മുടെ ഷോയോട് അടുത്ത് നിൽക്കുന്ന ആളല്ലേ. അപ്പം നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയും നല്ലൊരു മനുഷ്യൻ പോയി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്ക്. ഇതാണിപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീസൺ 8 ഇനി എപ്പോഴായിരിക്കും, അല്ലെങ്കിൽ മെയിൻ സ്പോൺസറാണ്, നിങ്ങൾ ഓർക്കണം, മെയിൻ സ്പോൺസറാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പം ഇനി പുതിയൊരാളെ കണ്ടുപിടിച്ച് ഷോ നമ്മുടെ മുന്നിലേക്ക് എത്തും. ഓക്കെ, ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു ടീമാണ്. എങ്കിൽ പോലും നിങ്ങൾ ഓർക്കണം, എല്ലാ വർഷവും 50 ലക്ഷം ഒക്കെ സ്പോൺസർ ചെയ്യുന്ന വലിയൊരു കമ്പനിയുടെ ഉടമ ഈ ഒരു റെയ്ഡിനെ ഭയന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കെന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടട്ടെ. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാറിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.